വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ അദാനിക്കെതിരെ നടപടിയില്ലെന്ന് തുറന്ന് സമ്മതിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. അദാനി സെബിക്ക് കത്ത് നൽകിയതോടെ പ്രശ്നങ്ങൾ അവസാനിച്ചെന്ന് ബ്ലൂംബർഗ് ഇന്റർവ്യൂവിൽ മുഖ്യമന്ത്രി പറയുന്നു. No, we have not made any objection. We expressed our dissatisfaction that before sending the letter to the SEBI, they had to inform the state government. But within 24 hours, they informed the state government, they submitted their letter. After 2 days of span of 2 days, they submitted another revised letter also. There is no issue. We are inviting investments. നൃപൻ ചക്രവർത്തി കൂടി ചേരുകയാണ് വിവരങ്ങളുമായി. നൃപൻ, ഈ സെബിക്ക് അദാനി റിവ്യൂ കത്ത് നൽകിയതോടുകൂടി പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന് പറയുകയാണ് മുഖ്യമന്ത്രി. വീണ്ടും ഈ വിഷയത്തിൽ, വിഴിഞ്ഞ വിഷയത്തിൽ അദാനിക്കൊപ്പമാണ് എന്ന നിലപാടാണ് പുറത്തേക്ക് വരുന്നത്. എന്താണ് വിവരങ്ങൾ? അക്ഷയ്, ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ദുരൂഹത തുടരാം നൃപൻ. പക്ഷേ ഇത് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള അദാനിയുമായി ബന്ധപ്പെട്ട കരാറുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ നടത്തിയതിലടക്കമുള്ള പ്രതികരണങ്ങൾ പലതരത്തിലുള്ള ദുരൂഹത തുടർന്നിരുന്നു. ആ ദുരൂഹത കൂടുതൽ വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ബ്ലൂംബർഗ് എന്ന ഇംഗ്ലീഷ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. നേരത്തെ തന്നെ പ്രതിപക്ഷം അദാനിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രിയോ സർക്കാരോ ഇക്കാര്യങ്ങളിൽ അറിഞ്ഞില്ല എന്ന തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലും ആരോപണം ഉന്നയിച്ചതാണ്. ദുരൂഹത എന്ന തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. അതുകൂടി വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന തരത്തിൽ മുഖ്യമന്ത്രി, പ്രത്യേകിച്ച് സർക്കാർ വകുപ്പ് ഒരു വിശദീകരണം അദാനിയോട് ചോദിച്ചിരുന്നു. തുടർ നടപടികൾ ഉണ്ടാകണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം അടക്കം മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ ബ്ലൂംബർഗിന് മുഖ്യമന്ത്രി തന്നെ നൽകിയ അഭിമുഖത്തിൽ അങ്ങനെ സർക്കാർ അറിയാതെ സെബിക്ക് ഇങ്ങനൊരു കത്തുമായി നടപടിക്രമങ്ങളുമായി അദാനി പോർട്ട് പോവുകയായിരുന്നു. അത് സർക്കാർ അറിഞ്ഞിരുന്നില്ല. പക്ഷേ രണ്ടാമത് സർക്കാർ അറിഞ്ഞപ്പോൾ അദാനി കമ്പനിയുമായി, പോർട്ട് കമ്പനിയുമായി വിശദീകരണം തേടി. അതിനുശേഷം 2 റിവ്യൂ കത്തുകൾ തിരിച്ച് സർക്കാർ ലഭിച്ചു. ഈ റിവ്യൂ കത്ത് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നം അവസാനിച്ചു എന്ന സൂചനയാണ് മുഖ്യമന്ത്രി ഈ ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞിരുന്ന വിവാദങ്ങളെല്ലാം ഇപ്പോൾ അവസാനിച്ചു. സ്വാഭാവികമായും അതിൻ്റെ പ്രോഗ്രസ്, വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രോഗ്രസ് പരിശോധിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഒരു തരത്തിലുള്ള തടസ്സവുമില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ക്ഷണിക്കുന്ന ഒരു സമീപനം തന്നെയാണ്, പരമാവധി നിക്ഷേപം ക്ഷണിക്കുന്ന സമീപനം തന്നെയാണ്, സ്വീകരിക്കുന്ന സമീപനം തന്നെയാണ് സർക്കാരിനുള്ളത്. ഈ അദാനിയുടെ ഈ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട നിലവിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന സൂചന തന്നെയാണ്, ധ്വനി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മറുപടിയിലുള്ളത്. നേരത്തെ തന്നെ ഈ നടപടിക്രമങ്ങളിലുണ്ടായ പിശക് അത് സർക്കാർ ചൂണ്ടിക്കാട്ടി. ആ പിശകിനെ സംബന്ധിച്ച് 2 റിവ്യൂ കത്തുകൾ തിരിച്ച് സർക്കാരിന് മറുപടി നൽകിയിട്ടുണ്ട്. അതോടുകൂടി ആ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന സൂചനയും ധ്വനിയും തന്നെയാണ് ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയുന്നത്. നേരത്തെ തന്നെ സംസ്ഥാനത്ത് 10,000 കോടിയുടെ ഷിപ്പിംഗ് കമ്പനി, കപ്പൽ നിർമ്മാണ കമ്പനി വരികയാണ് എന്ന തരത്തിലുള്ള സമാനമായ ഇൻ്റർവ്യൂ നൽകിയതും ഈ ഇംഗ്ലീഷ് ചാനലിലാണ്. അവിടെ ആ ഇൻ്റർവ്യൂവും അഭിമുഖവും വലിയ തരത്തിൽ വിവാദമായി. രണ്ടാമത് അത്തരത്തിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നില്ല എന്ന കാര്യം ടാറ്റ തന്നെ പ്രഖ്യാപിച്ചു. അതിൽ മുഖ്യമന്ത്രിയും സർക്കാരും പൂർണ്ണമായി പ്രതിരോധത്തിലായി. പ്രതിപക്ഷം അത് ഏറ്റെടുത്തു. സമാനമായ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗത്താണ് ഈ അദാനിയുടെ കരാറുമായി ബന്ധപ്പെട്ട്, ഓഹരി വിറ്റഴിക്കലുമായി ബന്ധപ്പെട്ട് ആ പ്രശ്നങ്ങൾ എന്തായി, എങ്ങനെയാണ് അതിൻ്റെ നിലവിലുള്ള സ്ഥിതി എന്ന് അഭിമുഖം നടത്തുന്നയാൾ ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി മറുപടി നൽകുന്നത്. അതിങ്ങനെ ഒരു വിശദീകരണം, സാങ്കേതികമായ കാര്യങ്ങളെ സംബന്ധിച്ചൊരു വിശദീകരണം സർക്കാർ ചോദിച്ചു. ആ സർക്കാരിൽ റിവ്യൂ കത്ത് സർക്കാരിന് മറുപടിയായി ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നം അവസാനിച്ചു. നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന, നിക്ഷേപകരെ പൂർണ്ണമായി പ്രോത്സാഹിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളത് എന്നതാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സഭയിലെടുത്ത നിലപാടും രണ്ടാമത് വിശദീകരണം ചോദിച്ചതും തുടർ നടപടി സ്വീകരിക്കുമോ എന്ന പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം, ഇത്തരം കാര്യങ്ങളിലൊന്നും മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല. ആ വിഷയം ഇതോടുകൂടി അവസാനിച്ചു എന്ന ധ്വനി തന്നെയാണ് മുഖ്യമന്ത്രി മറുപടിയിൽ നൽകുന്നത്. ശരി, നൃപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.